ഹായ് ഫ്രണ്ട്സ്, ജെനീസ് വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ബീഫ് സ്റ്റൂ ആണ്. നമ്മുടെ അപ്പത്തിനും ഇടിയപ്പത്തിനും പുട്ടിനും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. നേരത്തെ ചിക്കൻ്റെ ഒക്കെ വെച്ച് ഞാൻ സ്റ്റൂ തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ എപ്പോഴും പറയുന്നതിന് തൊട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് കാണിക്കുന്നത് ബീഫ് സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇത്ര നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഒരു 300 ഗ്രാം 400 ഗ്രാം ഒക്കെ സ്റ്റൂവിനകത്തിലോട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ഞാൻ വൃത്തിയാക്കിയ ബീഫ് ഒരു കുക്കറിനകത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പൂടെ ചേർക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ കുറച്ച് ഉപ്പൂടെ ചേർക്കുന്നുണ്ട്. വെജിറ്റബിളൊക്കെ ചേർക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പം ഉപ്പ് അതിനനുസരിച്ച് ചേർക്കുക. അതിനുശേഷം നന്നായിട്ട് ഈ ബീഫ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഇനിയിപ്പം വെള്ളമൊന്നും ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ കുക്കർ അടച്ച് ഒന്ന് വേവിച്ചെടുക്കണം ബീഫ്. ഇനിയിപ്പം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ബീഫിൻ്റെയൊക്കെ വേവിൻ്റെ അളവ് വ്യത്യാസമായിരിക്കും. പിന്നെ നമ്മുടെ സ്റ്റവിൻ്റെ തീയും ഒക്കെ കണക്കാക്കിയാണ് ബീഫിൻ്റെ വേവ് നോക്കുന്നത്. ഞാനിവിടെ ഒരു 7-8 വിസിലടുപ്പിച്ച് ഞാനത് വാങ്ങിയിട്ടുണ്ട്. അത് വാങ്ങിയതിന് ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 1-2 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. അത് ചതച്ചോ അരിഞ്ഞോ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഞാനിതിപ്പോൾ ചതച്ചിട്ടാണ് ചേർക്കുന്നത്. അത് വിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി സവാളയാണ് ചേർക്കുന്നത്. ഞാൻ മീഡിയം സൈസിലുള്ള 2 സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വാടിയാൽ മതി. അങ്ങ് ഗോൾഡൻ കളറാവുന്നിടം വരെ ഒന്നും നമ്മൾ ഇത് വഴറ്റിയെടുക്കണ്ട. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പം ഞാൻ കുറച്ച് വലുപ്പത്തിലാണ് സവാള അരിഞ്ഞിരിക്കുന്നത്. കുറച്ച് ഇതിലേക്ക് കിടന്ന് നമ്മൾ വെജിറ്റബിൾ ഞാൻ വേവിക്കാതാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് വെജിറ്റബിളിനൊപ്പം തന്നെ സവാളയും വെന്ത് കിട്ടും. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ വെജിറ്റബിൾ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ നമുക്കൊന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ പച്ചക്കാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 ക്യാരറ്റും ഒരു 4 പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. അതിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ വെജിറ്റബിളിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പൂടെ ചേർക്കുന്നുണ്ട്. ലാസ്റ്റിൽ നമ്മൾ ബീഫെല്ലാം കൂടെ ചേർത്തതിന് ശേഷം കറക്റ്റായിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആ വെജിറ്റബിളിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ വെജിറ്റബിളൊന്നും വെന്തിട്ടില്ലാത്ത കാരണം ഞാനിതിലേക്ക് കുറച്ച് പച്ചവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് പച്ചവെള്ളം ചേർത്ത് വേവിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്നത്. ഞാനിവിടെ 2ാം പാലും 1ാം പാലുമാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് 3ാം പാലും കൂടെ എടുത്തിട്ട് 3ാം പാലിൽ ഈ കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് ഈ വെജിറ്റബിൾ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഏകദേശം കഷ്ണങ്ങൾ ഒരു നെല്ല് വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കുറച്ചൊന്ന് ഉടച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു കൊഴുപ്പൂടെ കിട്ടും. അതിനുവേണ്ടി ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ഇനി 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2ാം പാല് ഞാനൊരു 1.5 ഗ്ലാസോളം എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഈ വെജിറ്റബിളിനകത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിളിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് 2ാം പാലാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. തേങ്ങാപ്പാലിൽ കിടന്ന കഷ്ണങ്ങളൊക്കെ ഒന്ന് വേകാൻ വേണ്ടിയാണ്. അതിനുശേഷം ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ബീഫ് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ബീഫൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 300-400 ഗ്രാം ബീഫാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഓൾറെഡി വേവിച്ച് വെച്ചായതുകൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
വെജിറ്റബിളും ബീഫും തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതിൻ്റെ നമ്മൾ അധികം മസാലകളൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. ലാസ്റ്റിൽ ചേർക്കുന്ന കുരുമുളകും പിന്നെ ഗരം മസാലയൊക്കെയാണ് ഇതിനകത്തുള്ള മസാലകൾ. പിന്നെ നമ്മൾ ആവശ്യത്തിന് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ ആദ്യമേ ബീഫ് വേവിച്ചപ്പം കുറച്ച് കുരുമുളക് ഇട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് ബീഫിന് ഇതിന് ആവശ്യം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ നമുക്ക് കൂടുതലായിട്ട് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഗരം മസാല ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂട്ടാണ് ചേർക്കുന്നത്. ആദ്യമേ നമ്മൾ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ അനുസരിച്ച് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്, ചാറൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് 1-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1-ാം പാൽ ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം ഇതിനെയും അധികം കുക്ക് ചെയ്യുകയൊന്നും വേണ്ട. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് വാങ്ങാവുന്നതാണ്. അത് ഞാൻ ഉപ്പ് നോക്കിയപ്പം കുറച്ച് ഉപ്പ് കുറവാണ്. അതുകൂടെ ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്ത് ചേർക്കണം. അത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പം അതിനുവേണ്ടി ഇത് വാങ്ങി വെക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിൽ വറുത്തിടുന്നതാണ് നല്ലൊരു ടേസ്റ്റ്. നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി. നെയ്യിലാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ള കാഷ്യൂ നട്ട്സൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ്. അതിനൊന്നും അളവൊന്നുമില്ല. അപ്പോൾ ഞാനൊരു 10-25 കാഷ്യൂ നട്ട്സ് ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒന്ന് കളർ മാറുന്ന സമയത്ത് കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർത്തിട്ടുണ്ട്. അതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിരവധി ചിക്കൻ സ്റ്റൂവിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇതിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. പാലപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ മുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.